ഏട്ടൻ പഞ്ചരത്നത്തിൽ പോയതിന്റെ കലിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. അമ്മ ഇത് ഇത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇതേ ഇന്ദ്രേട്ട വെള്ളം. എന്റെ പൊന്നമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ പോയി സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാം. അമ്മ ഇവിടെ കുത്തിയിരുന്നിട്ട് എന്തിനാ? ആരും ഇല്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും സത്യ. അശരണർക്ക് ആശ്രയമായി ഈ അമ്പലങ്ങള്. ആ, അതൊക്കെ പണ്ട്. ഇപ്പൊ അമ്പലം തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും ഒക്കെ ഒരു ടൈമുണ്ട്. അമ്മ വാ, നമുക്ക് പോകാം. അല്ല, അമ്മയ്ക്ക് വയ്യായിക വല്ലതും ഉണ്ടോ? വൈകുന്നേരം നട തുറന്നത് മുതൽ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ദൈവത്തെ ഭജിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നതാ. ആണോ? നട അടച്ചിട്ട് കുറച്ചു നേരമായി. ആയിക്കോട്ടെ, ഞങ്ങൾ ഇറങ്ങുക. ആ, ശരി. അമ്മേ, ദയവ് ഇത് ഒന്ന് ഇറങ്ങി വാ. വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കോളാം, പക്ഷെ ഞാൻ വീട്ടിലേക്ക് വരില്ല സത്യ. പിന്നെ എങ്ങോട്ട് പോകാൻ അമ്മയുടെ പ്ലാൻ? ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എന്നെ ധിക്കരിച്ച് നടക്കുന്ന എന്റെ മൂത്ത മോൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ ഇനി കിടന്നുറങ്ങില്ല. അമ്മേ, ഇത് അമ്മ എന്നോട് പറഞ്ഞിട്ട് എന്തിനാ? വീട്ടിൽ വന്ന് ഏട്ടനോട് പറ. എങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവൂ. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും ഒരുമിച്ച് ഇനി ആ വീട്ടിൽ ഒത്തുപോയില്ല. ശരി, ഇന്ദിരേട്ടനോട് നമുക്ക് സംസാരിക്കാം. സംസാരിച്ച തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മ വാ വാ വാ. അതെ, ഈ കാര്യത്തിലൊരു തീരുമാനമാവാതെ ഞാൻ വീട്ടിൽ കയറുന്ന പ്രശ്നമില്ല സത്യം. അമ്മ ആഗ്രഹിക്കുന്ന തീരുമാനം തന്നെ ഉണ്ടാവും അമ്മേ. ഇന്ദിരേട്ടനല്ലേ ആള്. അമ്മയ്ക്ക് വേണ്ടി ഇന്ദിരേട്ടൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകും. അതിനുവേണ്ടി അമ്മ ഇങ്ങനെ സമരം നടത്തേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. അമ്മ കേറ്. എന്റെ അമ്മ ഇങ്ങനെ പ്രതിഷേധിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്റെ മക്കൾ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയാ എനിക്കതിലപ്പുറം വേറെന്തെങ്കിലും വേണോടി? ഞാൻ അമ്മയെ ധിക്കരിച്ച് പഞ്ചരത്നത്തിൽ പോയതിന് അമ്മ എന്നെ തിരിച്ചു വന്നപ്പോൾ ശിക്ഷിച്ചില്ലേ? പിന്നെ അമ്മ എന്തിനെങ്ങനെ ചെയ്തത്? ഞാൻ നിന്നെ രണ്ട് തല്ല് തല്ലിയത് കൊണ്ട് നീ ചെയ്ത തെറ്റ് ഞാൻ മറന്നൊന്ന് കരുതിയോ നീ? അതുകൊണ്ടായിരിക്കും രാവിലെ നീ എന്നോടൊരു വാക്ക് ചോദിക്കാൻ പറയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് എന്റെ കാര്യങ്ങൾക്ക് പോണ്ടേ അമ്മേ? ആ സമയത്ത് അമ്മയോട് ചോദിക്കാൻ വന്ന
അമ്മ എങ്ങനെ പ്രതികരിക്കുന്ന അറിയാത്തതുകൊണ്ടാ ഞാനൊന്നും മിണ്ടാതെ പോയത്. ഞാൻ എങ്ങനെ പ്രതികരിച്ചാൽ എന്താ? നീ ചെയ്ത തെറ്റ് ഇനി നീ ആവർത്തിക്കില്ലെന്ന് എന്നോട് പറഞ്ഞിട്ട് പോണായിരുന്നു. അത് നീ പറയാത്ത സ്ഥിതിക്ക് വീണ്ടും നീ ആ തെറ്റ് ആവർത്തിക്കുന്നല്ലടാ അതിന്റെ അർത്ഥം. എൻ്റെ അമ്മയെ ഞാൻ പഞ്ചരത്നത്തിലേക്ക് ഓണം ആഘോഷിക്കാൻ പോയതാണ് അമ്മയ്ക്ക് പൊറുക്കാൻ പറ്റാത്ത തെറ്റെങ്കിൽ ആ തെറ്റിനി ഞാൻ ചെയ്യില്ല, പോരെ? ഓ, മതി അമ്മേ. ഇതിലപ്പുറം ഇന്ദ്രേട്ടൻ ഞങ്ങളുടെയൊക്കെ മുൻപിൽ വെച്ച് അമ്മയ്ക്ക് വേണ്ടി താഴണോ? ആ, അല്ലെങ്കിൽ ഇന്ദിരേട്ടൻ ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. തിരുവോണം വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. അമ്മ ഈ വാശിയൊന്ന് അവസാനിപ്പിച്ച് അകത്തേക്ക് കയറി വാ. പ്രതിഭ, നീ ആഹാരം എടുത്തു വെക്ക. അമ്മയ്ക്ക് നല്ല വിശപ്പ് കാണും. ശരി, ഞാൻ പോയി എടുത്തു വെക്കാം. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടി അത്താഴം വിളമ്പാൻ നിക്കണ്ട. ഞാനിവിടെ അത്താഴം കഴിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി വന്നതല്ല. ഇന്നൊരു രാത്രി ഈ ഉമ്മർത്ത് തല ചായച്ച് രാവിലെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ഞാൻ പോവുക. അമ്മ എന്തിനാ പോകുന്നത്? ഇത് അമ്മയുടെ വീടല്ലേ? ഓ, അമ്മയെ ധിക്കരിച്ച ഞാനല്ലേ പോകേണ്ടത്? അമ്മ ഇറങ്ങിപ്പോന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പോകേണ്ടതായിരുന്നു. ഇന്ദ്രേട്ടൻ എങ്ങും പോകണ്ട. അതല്ലാത്തൊരു പരിഹാരമില്ലെന്ന് അമ്മ പറയട്ടെ. എന്താ അമ്മേ? എന്തായാലും അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അമ്മ ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ ഇന്ദ്രേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് നിർബന്ധമാണോ? എന്നെ അനുസരിക്കാത്ത ഒരു മകന്റെ കൂടെ ജീവിക്കാൻ ഇനി എനിക്ക് ആഗ്രഹമില്ല. ഏട്ടന്റെ തെറ്റ് ഏട്ടൻ തിരുത്താന്ന് പറഞ്ഞില്ലേ അമ്മേ? ഇന്ദ്രേട്ടൻ ഇനി പഞ്ചരത്നത്തിൽ പോവാതിരുന്നാ പോരെ? പോരാ. ഇവൻ ഇനി അനുപമയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. വെറുതെ സത്യം ചെയ്താ പോരാ. നാളെ എന്റെ കൂടെ അമ്പലത്തിൽ വന്ന് ശ്രീകോവിലിന് മുമ്പിൽ വെച്ച് എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം. ആ സത്യം ഇവൻ തെറ്റിച്ച എന്റെ തല പൊട്ടിത്തെറിച്ച് ഞാൻ മരിച്ചു പോണം എന്നായി എന്റെ ആഗ്രഹം. അതിന് തയ്യാറാണോ നീ? ആണോ? നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ നാളെ തന്നെ നീ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് സുഖമായിട്ട് ജീവിച്ചോ. ഞാനൊരു ഉപാധിയും ഇല്ലാതെ ഒഴിഞ്ഞു വന്നേക്കാം. വേണ്ടമ്മേ, അമ്മ ഈ വീട് വിട്ടിറങ്ങുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനുവേണ്ടി അമ്മ പറയുന്ന കാര്യം അമ്മ പറയുന്നിടത്ത് വന്ന് ഞാൻ സത്യം ചെയ്തു തരാം.